മഹത്തായ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ നെടുംതൂണുകളിൽ ഒന്നാണ് മതസ്വാതന്ത്ര്യം എന്നത്. എന്നാൽ സമീപകാലത്ത് മതസ്വാതന്ത്ര്യത്തിനെതിരെ ശക്തമായ വെല്ലുവിളി ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ആ കൂട്ടത്തിൽ ഇതാ പുതിയൊരു കാര്യം തന്നെ. നമ്മുടെ വീടിനകത്ത് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാനുള്ള അവകാശം പോലും ചോദ്യം ചെയ്യപ്പെട്ടാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാവി എന്താകുമെന്നുള്ളൊരു വലിയ ആശങ്കാജനകമായ ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് ചോദിക്കുവാനുള്ളത്. ഈ ചോദ്യം ഉയരുന്നത് ഛത്തീസ്ഗഡിൽ നിന്നാണ്. നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ സമീപകാലത്ത് ക്രൈസ്തവർക്കെതിരെ നടന്ന പീഡനങ്ങളുടെ നീണ്ട ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. സമീപ ദിവസങ്ങളിൽ പോലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റായ്പൂരിലെ ഹൗസ് ചർച്ചുകൾക്കുമേൽ ഗവൺമെൻറ് ഏർപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് പറയുവാനുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഛത്തീസ്ഗഡിലെ പ്രധാന പട്ടണമായ റായ്പൂരിൽ ഒരു പ്രത്യേക സമ്മേളനം നടത്തപ്പെട്ടു. 100-ലധികം ആളുകളാണ് ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയത് സിറ്റി പോലീസ് കമ്മീഷണറും ജില്ലാ ഭരണകൂടവും ചേർന്നാണ്. അവിടേക്ക് ക്ഷണിക്കപ്പെട്ടത് ആ പരിസര പ്രദേശങ്ങളിലുള്ള 100-ലധികം വരുന്ന പെന്തക്കോസ്ത സഭകളുടെ ശുശ്രൂഷകന്മാരെയാണ്. എന്നിട്ട് ഈ ശുശ്രൂഷകന്മാരോട് പ്രധാനമായിട്ടും ജില്ലാ കലക്ടറുടെ നിർദ്ദേശമായിട്ട് അവിടെ പറഞ്ഞ കാര്യം ഇതാണ്: ഇനി ജില്ലാ കലക്ടറുടെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ ഹൗസ് ചർച്ചുകൾ പ്രവർത്തിപ്പിക്കുവാൻ പാടില്ല. നിങ്ങൾ അതിനുവേണ്ടി അപേക്ഷ തന്നാൽ നിങ്ങൾക്ക് അനുമതി ലഭിക്കും. പോലീസ് ഇത് വാക്കാൽ ഒരു നിർദ്ദേശം നൽകി എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ നിർദ്ദേശത്തിന് നിയമപരമായ സാധുത നൽകുന്ന ഗവൺമെൻറ് ഉത്തരവോ രേഖയോ ഒന്നും കാണിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. ഇത് സത്യത്തിൽ ഹൗസ് ചർച്ചുകളുടെ മേലുള്ള ഒരു അനൗപചാരിക നിരോധനത്തിനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൗസ് ചർച്ചുകളുടെ മേൽ എന്തിനാണ് പോലീസ് ഇങ്ങനെ ഇടപെടൽ നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ്: ഛത്തീസ്ഗഡിലുടനീളം ധാരാളം ഹൗസ് ചർച്ചുകൾ നടക്കുന്നുണ്ട്. എന്താണ് ഹൗസ് ചർച്ച് എന്ന് ചോദിച്ചാൽ, അവിടെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആദിവാസികളിൽപ്പെട്ട ക്രൈസ്തവർ തങ്ങൾക്ക് ദൂരെയുള്ള പള്ളികളിൽ പോകുവാൻ സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വ്യവസ്ഥാപിതമായ പള്ളികളോ അതിൻ്റെ ചുറ്റുവട്ടങ്ങളോ ഒന്നും ഇല്ലാത്ത ഇടങ്ങളിൽ അവർ തങ്ങളുടെ വീടുകളിൽ 10-15 പേര് ഒന്നിച്ചു കൂടിയിരുന്ന് അവർ ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് അവർ അവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നിയന്ത്രിക്കുന്നതോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നതോ അവിടെ തന്നെയുള്ള അവരുടെ വീടുകളിൽപ്പെട്ട ഒരാൾ, ഒരു പാസ്റ്റർ എന്ന് വിളിക്കപ്പെടുവാൻ വ്യവസ്ഥാപിതമായി അദ്ദേഹം പഠിച്ചയാളോ അല്ലെങ്കിൽ അങ്ങനെ ഓർഡിനേഷൻ ലഭിച്ച ആളോ ഒന്നും ആയിരിക്കണമെന്നില്ല. അത്യാവശ്യം വേദപുസ്തകം വായിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ അതിൽ അല്പം ജ്ഞാനം മാത്രമുള്ള ആളുകളാണ് പാസ്റ്റർമാരായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. മിക്കവാറും സംഭവിക്കുന്നത് ഈ പാസ്റ്ററുടെ വീട്ടിൽ തന്നെ ആയിരിക്കും ഈ പ്രാർത്ഥന നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന ഈ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ ചുറ്റുവട്ടത്തുള്ള 5-6 വീട്ടുകാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ പോലും തടയുവാനായിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് അനൗപചാരികമായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും നിർദ്ദേശപ്രകാരം ഹൗസ് ചർച്ച് നടത്തുവാൻ അനുമതിക്കായിട്ട് ഇവരിൽ പലരും, പല പാസ്റ്റർമാരും പിന്നീട് അപേക്ഷ കൊടുത്തു. പക്ഷെ ഒരാൾക്ക് പോലും ഇതുവരെ അനുമതി ലഭിച്ചില്ലെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത പാസ്റ്റർ രാകേഷ് ജയരാജ് അത് കൃത്യമായി പറയുന്നുണ്ട്. പോലീസിൻ്റെ ഭാഷ്യമെന്ന് പറയുന്നത് ക്രമസമാധാനം നിലനിർത്താൻ മാത്രമുള്ള ഒരു നടപടിയാണിത്. എന്നാൽ നിയമപരമായ ഒരു ഉത്തരവുമില്ലാതെ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ഹൗസ് ചർച്ചുകൾ നിർത്തിവെക്കുവാൻ നിർബന്ധിക്കുന്നത് നിയമപരമായി ഈ സമൂഹത്തിനെതിരെ നടത്തുന്ന ഒരാക്രമണമാണെന്ന് തന്നെയാണ് അവിടെയുള്ള ക്രിസ്തീയ സമൂഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി എന്താണ് ഈ ഹൗസ് ചർച്ചുകൾ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ പള്ളികളില്ലാത്ത ഉൾഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് നവ പെന്തക്കോസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർ, അങ്ങനെയുള്ള വിശ്വാസികൾ തങ്ങളുടെ വീടുകളിൽ ഒത്തുകൂടി അവർ പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ്. ഈ കൂട്ടായ്മകളെയാണ് ഹൗസ് ചർച്ചുകളെന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ച് പറയുവാനുള്ളത്, ഇത് അടിസ്ഥാന വർഗത്തിൻ്റെ അല്ലെ ദളിത് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവരുടെ, ആദിവാസി മേഖലയിലുള്ളവരുടെ ഒക്കെ ഒരു രീതിയാണ്. പൊതുവിൽ അങ്ങനെയാണ് അവരുടെ വിശ്വാസത്തെ അവർ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. മെയിൻ ലൈൻ ചർച്ചുകളിലേക്ക് ഈ സഭകളെല്ലാം മാറ്റണമെന്നാണ് പോലീസിൻ്റെ ഒരു നിർദ്ദേശം. ഇത് അപ്രായോഗികമാണെന്ന് അവർക്ക് തന്നെ അറിയാം. അതിനുവേണ്ടി അല്ല നിർദ്ദേശിക്കുന്നത്. കാരണം ഒരു പെന്തക്കോസ്ത് സഭയിലെ വിശ്വാസിയെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള കത്തോലിക്ക
കത്തോലിക്ക പള്ളിയിൽ ആരാധനയ്ക്ക് വിടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ലല്ലോ. അതൊരിക്കലും സംഭവിക്കത്തില്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം. എന്നാൽ ഇതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഈ നിയന്ത്രണം ഒറ്റപ്പെട്ട സംഭവമല്ല. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളുടെ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡ് മാത്രമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിരുദ്ധ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഈ വർഷം ജനുവരിക്കും ജൂലൈക്കും ഇടയിൽ മാത്രം 86 അക്രമ സംഭവങ്ങളാണ് കേസെടുക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഭൂരിഭാഗം അക്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞായറാഴ്ച ആരാധന നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷമൊക്കെയാണ് ഇത്തരം അക്രമങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതും അതിൻ്റെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ BJPയുടെ പോഷക സംഘടനകളായിട്ടുള്ള സംഘപരിവാറിൻ്റെ സംഘടനകളായിട്ടുള്ള ബജ്രംഗ് ദളിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകളാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു കണക്കുകൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇതേ കാലയളവിൽ, അതായത് ജനുവരി മുതൽ ജൂലൈ വരെയുള്ള ഈ കാലഘട്ടത്തിൽ 95 സമാനമായ സംഭവങ്ങളാണ് യോഗി ആദിത്യനാഥ് ഭരണം നടക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഛത്തീസ്ഗഡിൽ ഇതേ സമയത്ത് 86 കേസുകൾ ഉണ്ടായിരിക്കുന്നത്, അതായത് 10 എണ്ണത്തിൻ്റെ മാത്രം വ്യത്യാസം. ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനസംഖ്യ നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോഴാണ് നാം ഞെട്ടിപ്പോകുന്നത്. 24 കോടിയാണ് UPയിലെ ജനസംഖ്യയെങ്കിൽ ഛത്തീസ്ഗഡിൽ അത് വെറും 3 കോടിയിൽ താഴെ മാത്രമാണ്. ഈ പട്ടിക നിങ്ങളൊന്ന് കാണുക. ഇതിനകത്ത് അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അതായത് ജനസംഖ്യയിൽ വളരെ ചെറിയ ഒരു സംസ്ഥാനമായ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഇതാ 86 അതിക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിരിക്കുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതേസമയം 24 കോടി ജനങ്ങളുള്ള UPയിൽ വെറും 96 അല്ലെ 95 അതിക്രമങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. സത്യത്തിൽ ഈ കണക്കുകൾ യാഥാർത്ഥ്യമല്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രമാണിത്. അപ്പോൾ ഈ കണക്കുകൾ കൊണ്ടൊന്നും യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. അതിനേക്കാളൊക്കെ വലുതും തീവ്രവുമാണ് പ്രതിസന്ധി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഇങ്ങനെ നിരന്തരമായി രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതി വ്യാപകമായിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ അത് എല്ലാ പരിധിയും ലംഘിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു. അതിൻ്റെ അളവ് വർദ്ധിച്ചു വരുന്നു. ഓരോ ദിവസവും എന്നവണ്ണം പുതിയ അതിക്രമങ്ങളുടെ വാർത്തകൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വളരെ നിരാശാജനകമായ വേദനാജനകമായ ഒരു കാര്യമാണിത്. നമ്മുടെ രാജ്യം, മതേതരത്വ ഭാരതം, നമ്മൾ അഭിമാനിക്കുന്ന ഒരു നല്ല രാജ്യം, ആ രാജ്യത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, അതിൻ്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ അക്രമി സംഘങ്ങളെ നിലയ്ക്ക് നിർത്തുവാൻ ഗവൺമെൻറ്റിനോ സംവിധാനങ്ങൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതും ഗവൺമെൻറ് അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതും എത്ര വേദനാജനകമായ കാര്യമാണ്. ഇനി ശാരീരിക ആക്രമണങ്ങൾക്കപ്പുറം സാമൂഹിക ബഹിഷ്കരണങ്ങളും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് വെള്ളം കോരുവാൻ അനുവാദം നൽകാതിരിക്കുക, അവരുടെ ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുക, ചില സ്ഥലങ്ങളിലൊക്കെ മരണമടയുന്നവരുടെ ശവം സംസ്കരിക്കുവാൻ പോലും അവകാശം നിഷേധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിരന്തരമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും അക്രമത്തിൻ്റെ ലിസ്റ്റിൽ പോലും പോകുന്നവയാണെന്നും തിരിച്ചറിയുക. പലയിടത്തും ഗ്രാമത്തലവന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ബഹിഷ്കരണങ്ങൾ, പുറത്താക്കൽ, ഊരുവിലക്ക് ഒക്കെ കാരണം 100 കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ജനിച്ചു വളർന്ന ഗ്രാമം വിട്ട് പലായനം ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും വേദനാജനകമായ കാര്യമാണെങ്കിലും യാഥാർത്ഥ്യമാണെന്ന് മറന്നു പോകരുത്. ഇതിൻ്റെ മറ്റൊരു വശം കൂടെ പരിശോധിക്കുകയാണെങ്കിൽ,
ഈ വിഷയത്തിൽ പോലീസും ഭരണകൂടവും സ്വീകരിക്കുന്ന നിലപാടുകൾ ഏറെ സങ്കീർണമാണ്, വിമർശിക്കപ്പെടേണ്ടതാണ്. പലപ്പോഴും അക്രമികൾക്ക് ഒരു ശിക്ഷയും ലഭിക്കാത്ത വിധമുള്ള, അവരെ സഹായിക്കുന്ന തരത്തിലുള്ള FIRകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അവരുടെ ഈ അധികാരികളുടെ ഇടപെടൽ അക്രമികൾക്ക് അനുകൂലമായാണ് എപ്പോഴും സംഭവിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സുക്മയിൽ നടന്ന ഒരു ആക്രമണത്തിൽ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ പോലീസ് മനഃപൂർവ്വം വിവരങ്ങൾ വളച്ചൊടിച്ച് സംഭവം ഒരു കുടുംബ വഴക്കാണെന്ന് വരുത്തി തീർക്കുവാനായിട്ട് ശ്രമിച്ചു. ചിലയിടങ്ങളിൽ അക്രമികൾ ഈ പാസ്റ്റർമാരെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തിക്കും. വഴിനീളം മർദ്ദിച്ചും ക്രൂരമായി ആക്രമിച്ചും കൊണ്ടാണ് അവരെ പോലീസ് സ്റ്റേഷനിലെത്തിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരും ഇവരെ മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സമീപകാലത്ത് രാജ്യവ്യാപക ശ്രദ്ധ നേടിയ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലും പോലീസ് സ്റ്റേഷനകത്ത് അവരെ ഭീഷണിപ്പെടുത്തുവാൻ ഹിന്ദു തീവ്രവാദികൾക്ക് പോലീസ് അവസരം ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇതിൻ്റെ ഒരു നിയമവശത്തിലേക്ക് വന്നാൽ, ഛത്തീസ്ഗഡ് ഉൾപ്പെടെ രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള മതപരിവർത്തന നിരോധന നിയമങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുന്നു. പ്രലോഭനം അല്ലെങ്കിൽ വഞ്ചന, പ്രീണനം, ഇങ്ങനെയൊക്കെയുള്ള അവ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യാനോ ഭീഷണിപ്പെടുത്താനോ ഈ നിയമങ്ങൾ ഉപയോഗിക്കുന്നു. എപ്പോഴും പറയുന്നത് നിർബന്ധിത മതപരിവർത്തനമെന്നാണ്. എന്നാൽ അങ്ങനെ നിർബന്ധിച്ച് ആരെ മതപരിവർത്തനം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള ലോജിക്കൽ ചോദ്യത്തിന് മറുപടി പറയുവാൻ സാധിക്കുന്ന ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ പാസ്സാക്കിയിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണെന്നതാണ് സത്യം. സുപ്രീം കോടതിയിൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾക്കെതിരായ നിരവധി ഹർജികൾ വന്നിട്ടുണ്ട്. എല്ലാ സംസ്ഥാന ഹൈക്കോടതികളിലും ഇത്തരം സമാനമായ ഹർജികളുണ്ട്. സുപ്രീം കോടതി ഈ ഹർജികളെല്ലാം ഒന്നിച്ച് പരിഗണിക്കുവാൻ പോവുകയാണ്. ശുഭകരമാണ് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതിയുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ വിഷയത്തിന് ആഴത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങളുണ്ട്. 2023 ഛത്തീസ്ഗഡിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യൻ വിരുദ്ധ ആക്രമണങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. വിശ്വ ഹിന്ദു പരിഷത്തും അവരുടെ പോഷക സംഘടനയായ ബജ്രംഗ് ദളും ചേർന്ന് ഈ ഹൗസ് ചർച്ചുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുവാൻ ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഈ ഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനപരമായി BJPയുടെ ശക്തമായ പിന്തുണയുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. ഹൗസ് ചർച്ചുകൾക്കെതിരെ ആക്രമണങ്ങൾക്ക് മുഖ്യ കാരണമായി ഹിന്ദു സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെയാണ് ഈ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നതെന്നാണ്. സത്യത്തിൽ മതപരിവർത്തനം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. അവരുടെ ആശയങ്ങൾ മാറുവാനോ അവർ വിശ്വസിച്ച ഒരു മതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് മാറുവാനോ ഓരോ വ്യക്തിക്കും വ്യക്തിപരമായ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥമായി ഇവർ മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇങ്ങനെ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം കുറയുമോ എന്നുള്ള ഭയത്തിൽ നിന്ന് ഹൈന്ദവ ദേശീയവാദികൾ ഈ ഭയം ഉപയോഗിച്ച് മതപരിവർത്തനത്തെ ഒരു ദേശീയ ഭീഷണിയായി ചിത്രീകരിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ആക്രമണങ്ങൾ നടത്തി ഇതിനെ ഇല്ലാതാക്കാനാണ് ശ്രമം നടത്തുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, എത്രത്തോളം എതിർക്കുന്നോ, എത്രത്തോളം പീഡിപ്പിക്കുന്നോ അത്രത്തോളം ക്രൈസ്തവ സഭ വളർന്ന ചരിത്രമാണ് ലോകത്തിൽ ക്രൈസ്തവ സഭയുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ആക്രമിച്ച് തകർക്കുവാൻ, എതിർത്തില്ലാതെയാക്കുവാൻ ശ്രമിച്ചാൽ അത് വീണ്ടും വീണ്ടും വളർച്ച പ്രാപിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. ഈ സമൂഹത്തെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ എപ്പോൾ തയ്യാറാകുന്നോ അപ്പോൾ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും അവരവരുടെ മതം, അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും അത് പ്രചരിപ്പിക്കുവാനും നിയമപരമായ അനുമതിയുള്ള ഒരു രാജ്യത്ത് അന്യായമായ നിയമങ്ങൾ ഉണ്ടാക്കിയും അതിക്രമങ്ങളിലൂടെയും ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നവർ ഒരു മൂഢസ്വർഗത്തിലാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ. ഛത്തീസ്ഗഡിലെ ഹൗസ് ചർച്ച് വിഷയം ഒരു പ്രാദേശിക പ്രശ്നം എന്നതിലുപരി ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്.
ഭരണകൂടം ഒരു പ്രത്യേക മതവിഭാഗത്തെ നിയന്ത്രിക്കുവാൻ തുടങ്ങുമ്പോൾ ഓർക്കുക, അത് മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഭാവിയിൽ ഭീഷണിയായി മാറിയേക്കാം. രാജ്യത്തിൻ്റെ ബഹുസ്വരതയെയും ഭരണഘടനാപരമായ ധാർമ്മികതയെയും സംരക്ഷിക്കുന്നതിന് ഇത്തരം വേർതിരിവുകൾക്കെതിരെ, അതിക്രമങ്ങൾക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും പോരാടേണ്ടത് അനിവാര്യമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.